പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരന്മാർ, ഇവിടെ പറഞ്ഞതുപോലെ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് ഗ്രാൻഡ് ഫിനാലെയുടെ ഉദ്ഘാടനവും സമ്മാന വിതരണവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിൽ വിജയികളായവരെ പ്രത്യേകമായി അഭിനന്ദിക്കട്ടെ. അതോടൊപ്പം ഈ ക്വിസിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളെയും ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തെയും വർത്തമാനകാലത്തെ യാഥാർത്ഥ്യങ്ങളെയും കുറിച്ച് വ്യക്തമായ അറിവും കാഴ്ചപ്പാടും ഉള്ളവരാണ് നമ്മുടെ കുട്ടികൾ എന്ന് മനസ്സിലാക്കാൻ ഉതകുന്നതായി ഈ ക്വിസ് പരിപാടി എല്ലാ രീതിയിലും ചിട്ടയായി നടത്തിയ ഒരു മെഗാ ക്വിസ് പരിപാടിയാണിത്. വലിയ പങ്കാളിത്തവും സ്വീകാര്യതയുമാണ് ഈ പരിപാടിക്ക് ലഭിച്ചത്. ഇത്തരം സ്വീകാര്യത വരുമ്പോൾ ചിലർക്ക് വല്ലാത്ത പ്രയാസമാണ്. പണ്ട് നമ്മുടെ പുരാണങ്ങളിൽ ഒരു കഥയുണ്ട്. ആര് തപസ് ചെയ്താലും അത് ഇന്ദ്രപദം തട്ടിയെടുക്കാനാണോ എന്ന് ഇന്ദ്രൻ ഭയപ്പെടുന്നുള്ളതാണ്. ഇവിടെ ഏകദേശം അതേ മാനസികാവസ്ഥയാണ് നമ്മുടെ കേരളത്തിലെ ഒരു കൂട്ടം ശക്തികൾക്കുള്ളത്. എന്ത് നല്ല കാര്യം വന്നാലും അതിന് സ്വീകാര്യത വരുന്നു എന്ന് കാണുമ്പോൾ അതിനെപ്പറ്റി ഏതെങ്കിലും തരത്തിൽ മോശമായ ചിത്രമുണ്ടാക്കുക, അതിനെ വക്രീകരിക്കാൻ നോക്കുക, അങ്ങനെയൊരു പരിപാടി കേരളത്തിൽ സാധാരണ കാണാം. അപ്പോ വലിയ വിവാദമുണ്ടാക്കാനാണ് ശ്രമിക്കുക. ഈ പരിപാടിയിൽ സാധാരണ നിലക്കൊരു വിവാദവും ഉയർന്നു വരേണ്ട കാര്യമില്ല. കാരണം കുട്ടികളുടെ അന്വേഷണാത്മകത വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിവെക്കുന്ന ഒന്നാണിത്. അത് നല്ല ഉത്തേജനം കുട്ടികൾക്ക് നൽകുകയും കുട്ടികളുടെ ബൗദ്ധിക ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. പക്ഷെ ആ കുട്ടികൾ കേരളത്തെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ പാടില്ല. അതെന്തൊരു മാനസികാവസ്ഥയാണെന്ന് മനസ്സിലാകുന്നില്ല. കുട്ടികൾ തങ്ങളുടെ കുടുംബത്തെപ്പറ്റി മനസ്സിലാക്കാൻ പാടില്ല, അച്ഛനും അമ്മയെയും കുറിച്ച് മനസ്സിലാക്കാൻ പാടില്ല, താൻ ജീവിക്കുന്ന നാടിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പാടില്ല, തൻ്റെ സംസ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പാടില്ല. ഇങ്ങനെയൊരു ചിന്ത എവിടുന്നാണ് വരുന്നത്? ഇവിടെ കുട്ടികൾ അറിയണ്ടേ എങ്ങനെയാണ് നാട് മാറി വന്നത് എന്ന്? ഇപ്പോ നമ്മുടെ കുട്ടികളെല്ലാം എല്ലാവരും സ്കൂളിൽ പോകുന്നവരാണ്. എല്ലാവരും നല്ല നിലക്ക് പഠിക്കാനുള്ള സൗകര്യമുള്ളവരാണ്. സാധാരണഗതിയിൽ ഒരു പ്രയാസവും അവരനുഭവിക്കേണ്ടി വരുന്നില്ല. എന്നാൽ അങ്ങനെയായിരുന്നോ നമ്മുടെ നാട് പഴയ കാലത്ത്? അത് കുട്ടികൾ അറിയേണ്ടതല്ലേ? എന്നാലല്ലേ നാടെങ്ങനെ മാറി വന്നു എന്ന് മനസ്സിലാവും.
എല്ലാ കാലവും ഇങ്ങനെയായിരുന്നില്ല എന്ന് കുട്ടി അറിയുമ്പോഴല്ലേ ഈ നാടിൻ്റെ പുരോഗതി ഏത് വിധത്തിലാണ് ഉണ്ടായതെന്ന് മനസ്സിലാവുക. ഇവിടെ ഇന്ന് ഏതെങ്കിലും കുട്ടിയോട് ഈ സ്കൂളിൽ ചേരാൻ പാടില്ല എന്നാരെങ്കിലും പറയോ? പക്ഷേ അങ്ങനൊരു കാലം കേരളത്തിലുണ്ടായിരുന്നില്ലേ? അതല്ലേ നമ്മുടെ ഊരൂട്ടമ്പലത്തിൽ നടന്നത്. പഞ്ചമി എന്ന കുട്ടി, ആ കുട്ടി ജനിച്ചപ്പോ ഒരു ജാതിയിലായിപ്പോയി. ആ കുട്ടിക്ക് സ്കൂളിൽ ചേർന്ന് മറ്റു കുട്ടികളോടൊപ്പം ഇരുന്ന് വിദ്യാഭ്യാസം നടത്താൻ പാടില്ല എന്ന് ആരാ തീരുമാനിക്കുന്നത്? അന്നത്തെ സമൂഹത്തിലെ മേധാവിത്വമുള്ളവർ. ആ കുട്ടിയെ അവിടുന്ന് പുറത്താക്കുന്നു. കുട്ടിയെ പുറത്താക്കിയ വിവരം അറിഞ്ഞ് മഹാനായ അയ്യങ്കാളി ആ കുട്ടിയുടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പേര്, പഞ്ചമിയുടെ കയ്യും പിടിച്ച് സ്കൂളിലേക്ക് ചെല്ലുന്നു. ആ വിവരം അറിഞ്ഞ ഈ പ്രമാണിവർഗം സ്കൂളിന് തീയിടുന്നു. ഇങ്ങനൊരു കാലം കേരളത്തിലുണ്ടായിരുന്നു എന്ന് കുട്ടികൾ അറിയണ്ടേ? അവിടെ തന്നെ മാറ്റം വന്നത്. ആ മാറ്റം എങ്ങനെ വന്നു? അയ്യങ്കാളി അടക്കമുള്ള നവോത്ഥാന നായകർ അതിൽ വഹിച്ച പങ്കെന്ത്? നമ്മുടെ നാട് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന കഴിയുന്നൊരു നാടായി മാറുന്നതിനു വേണ്ടി നവോത്ഥാനം നടത്തിയ ശ്രമങ്ങൾ, അതിൻ്റെ തുടർച്ചയായി ദേശീയ പ്രസ്ഥാനവും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളും നടത്തിയ ശ്രമങ്ങൾ, ഇതെല്ലാം കുട്ടികൾ അറിയേണ്ട കാര്യമില്ലേ? ഇതൊരു ഭാഗം. ഇപ്പോ നമ്മുടെ കുട്ടികൾ മിക്കവാറും നല്ല സൗകര്യങ്ങളുള്ള സ്കൂളുകളിലാണ് പഠിക്കുന്നത്. അവർക്ക് നല്ല ക്ലാസ് റൂമുകളുണ്ട്, സ്മാർട്ട് ക്ലാസ് റൂമുകളുണ്ട്, ഹൈടെക് സ്കൂളുകളാണ്, ലാബ് വേണ്ടിയിട്ട് നല്ല ലാബ് സൗകര്യമുണ്ട്, ലൈബ്രറികളുണ്ട്, നല്ല ശുചിമുറികളുണ്ട്, ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങിയിട്ടുണ്ട്. ഇതെല്ലാമായിരുന്നോ എല്ലാ കാലവും കേരളത്തിൽ? 10 വർഷം മുൻപ് നമ്മുടെ സ്കൂളിലെ പൊതുസ്ഥിതി എന്തായിരുന്നു? പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എന്തൊരു ദയനീയമായ പതനമായിരുന്നു. അന്ന് 1000-ഓളം സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്നല്ലോ. അങ്ങനൊരു കാലം കേരളത്തിലുണ്ടായിരുന്നല്ലോ. കുട്ടിയുടെ കയ്യിൽ സ്കൂളിൽ ചേർന്നാൽ, സ്കൂളിൽ പുതുതായി ചേരലല്ല, പ്രൊമോഷൻ കിട്ടി പുതിയ ക്ലാസ്സിലായാൽ കുട്ടി പഠിക്കേണ്ട പുസ്തകം അവസാന ടേമിൽ പോലും കിട്ടാത്ത കാലം കേരളത്തിലുണ്ടായില്ലേ? ഇത് മാറിയല്ലോ. ആ മാറ്റത്തെക്കുറിച്ച് കുട്ടികൾ അറിയണ്ടേ? വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, ഏത് രംഗമായാലും. ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ പൊതുവായ സാഹചര്യം, ഇപ്പോഴല്ല പണ്ടേ കേരളം വളരെ പ്രകൃതിസുന്ദരമായ സ്ഥലമാണ്. ആരും കാണാൻ കൊതിക്കുന്ന, കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിപ്പേരുള്ള നമ്മുടെ കേരളം. പക്ഷേ
കുറച്ച് മുൻപുള്ള അവസ്ഥ കേരളത്തിലെ പല വഴികളിൽ നമ്മൾ പോകുമ്പോൾ അറിയാതെ മൂക്കിങ്ങനെ പിടിച്ചു പോകും. കാരണം ദുർഗന്ധം, മാലിന്യം വഴിയിൽ, ചിലയിടത്ത് മാലിന്യ കൂമ്പാരം, വല്ലാതെ അവസ്ഥ. നമ്മൾ വ്യക്തിപരമായി വലിയ വൃത്തിബോധമുള്ളവരാണ്. മിക്കവാറും ആൾ 2 നേരം കുളിക്കുന്നവരാണ്. പക്ഷേ പൊതുവായി ചെയ്തിരുന്ന കാര്യം വീട്ടിലെ മാലിന്യം ചെറിയ ബാഗിലാക്കി വഴിക്കെവിടെയെങ്കിലും ഇടുക, അല്ലെങ്കിൽ ആരാൻ്റെ പറമ്പിലേക്ക് വലിച്ചെറിയുക. ഇങ്ങനെയൊക്കെ ഒരു രീതി, സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ. അത് പൂർണ്ണമായി മാറ്റുന്നതിനാണല്ലോ ഹരിത കേരള മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. ആ പ്രവർത്തനത്തിലൂടെ വന്ന മാറ്റം കുട്ടികളിൽ നിന്ന് അനുഭവിക്കുകയാണല്ലോ. ഇപ്പോൾ നാട്ടിലാകെ മാലിന്യം അധികം ഇല്ലല്ലോ. പല തദ്ദേശഭരണ സ്ഥാപനങ്ങളും മാതൃകാപരമായ രീതിയിൽ മാലിന്യമുക്തമായല്ലോ. ബാക്കിയുള്ളതും മാലിന്യമുക്തമാക്കാനാണല്ലോ നോക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ വിശദാംശങ്ങളോടുകൂടി കുട്ടികൾ മനസ്സിലാക്കിയാലല്ലേ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ അവബോധം ഉണ്ടാകുക. വളരെ മുൻപ് ഈ ഹരിത കേരള മിഷനിലൊക്കെ പ്രവർത്തനം 5-8 വർഷം മുൻപ് ആരംഭിക്കുമ്പോൾ ചില വേദികളിൽ ഞാൻ പറഞ്ഞൊരു കഥയുണ്ട്. കഥയല്ല, സംഭവം. നമ്മുടെ നാട്ടിലെ 2-3 പ്രധാനികൾ, വളരെ പ്രധാനികളാണ്, അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അവർ സിംഗപ്പൂരിൽ പോയതായിരുന്നു. അപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് റോഡ് സൈഡിൽ അവർ നിൽക്കുകയാണ്, ഒരു ടാക്സി കാത്തിട്ട്. അപ്പോൾ അവരെ നിന്ന കുട്ടികൾ, സ്കൂളിൽ പോകാനുള്ള കുട്ടികൾ വന്ന് നിൽക്കുന്നുണ്ട്. ആ കുട്ടികളാകെ ഒരു വല്ലാത്ത ഭാവം. ഇവരെ നോക്കുന്നു, താഴെ ഇങ്ങനെ നോക്കുന്നു, അവരെ അടുത്ത് നോക്കുന്നു, വീണ്ടും ഇവരെ നോക്കുന്നു. ഇവർ വലിയ കേവന്മാരാണ്, ബുദ്ധിമാന്മാരാണ്, വലിയ പണ്ഡിതന്മാരാണ്. അപ്പം ഇവർ വിചാരിച്ച് എന്താണ് ഞങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ നല്ല ഈ കുട്ടികൾ താഴോട്ട് നോക്കുമ്പോൾ നോക്കിയപ്പോൾ ഇവരെ കയ്യിൽ ആ യാത്രേൻ്റെ ടിക്കറ്റ് ഉണ്ടായിരുന്നു. ആ ടിക്കറ്റ് ഇവർ ഈ റോഡ് സൈഡിലാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ശീലമല്ലേ അത്. കടലാസ് കഷ്ണം റോഡ് സൈഡിൽ ഇടുന്നതിന് നമുക്കൊരു പ്രശ്നമില്ലല്ലോ. അവരവിടെ ചെന്നപ്പോഴും അത് ഇട്ടതാണ്. ഇത് കണ്ടതാണ് ഈ കുട്ടി വല്ല പെരുമ്പാമ്പിനെ മറ്റോ കണ്ട പോലെ താഴെ നോക്കുക, ഇവരെ മുഖത്ത് നോക്കുക. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതാണ്. നേരെ അതെടുത്ത് അപ്പോൾ ഡസ്റ്റ്ബിൻ അപ്പുറം ഒന്ന് അതിൽ കൊണ്ടുപോയി ഇട്ടു. കുട്ടികളുടെ മുഖത്ത് നല്ല ചിരി വന്നു. ഈ ഒരു ബോധം നമ്മുടെ കുട്ടികൾക്കും വരണ്ടേ? നമ്മുടെ കുട്ടികൾക്ക് ആ ബോധം വരണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾ അറിയണ്ടേ? നാടിനെക്കുറിച്ച് മനസ്സിലാക്കണ്ടേ? നാട് എങ്ങനെയാവണമെന്നതിനെക്കുറിച്ച് പഠിക്കണ്ടേ? എന്തിനാണ് അത്തരം കാര്യങ്ങളെ എതിർക്കാൻ പോകുന്നത്? ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, സഹജീവി സ്നേഹം വേണം, നല്ല മനോഭാവം വേണം, മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കണം. നമ്മുടെ കേരളത്തിലാണല്ലോ നമ്മൾ ഒരു വീട് സ്വപ്നം കണ്ട് കഴിയുന്ന ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകാനുള്ള ലൈഫ് പദ്ധതി ആരംഭിച്ചത്. വിജയകരമായല്ലോ. ഇപ്പോൾ അത് 5 ലക്ഷം വീട്ടിലേക്ക് എത്തുകയല്ലേ. ഏതെങ്കിലും സംസ്ഥാനത്തിന് അങ്ങനെയൊന്ന് അവകാശപ്പെടാൻ പറ്റുമോ? അപ്പം എൻ്റെ നാട് എന്ന നിലക്ക് തന്നെ ആ കുട്ടിക്ക് അഭിമാനബോധം വരൂല്ലേ? കേരളത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു, എൻ്റെ നാടിന് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു, ഇതാണ് ഇനിയും ചെയ്യേണ്ടത് എന്നൊരു തോന്നൽ വരില്ലേ? നമ്മൾ ആരോഗ്യരംഗത്ത്, പാലിയേറ്റീവ് രംഗത്ത് വലിയ തോതിൽ ഇടപെടലുകൾ നടത്തുന്നു. പാലിയേറ്റീവ് രംഗത്തുള്ള ഇടപെടലുകളെക്കുറിച്ച് കുട്ടി മനസ്സിലാക്കുമ്പോൾ, വളർന്നു വരുമ്പോൾ ആ ഒരു മനോഭാവം ഈ കുട്ടിയിലുണ്ടാവുമല്ലോ. ഇങ്ങനെയുള്ള സാമൂഹ്യമായ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാറ്റിലേക്കും വിശദമായിട്ട് ഞാൻ പോകുന്നില്ല. അത്തരം കാര്യങ്ങൾ കുട്ടികൾ അറിയണ്ടേ? നാടിൻ്റെ വളർച്ച മനസ്സിലാക്കണ്ടേ? ഓരോ രംഗത്തുമുണ്ടായ മാറ്റം മനസ്സിലാക്കണ്ടേ? ആ മാറ്റത്തിൻ്റെ ഭാഗമായി എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണ്ടേ?
എന്തിനാണ് അതിനെതിരെ വിവാദമുണ്ടാക്കാൻ നോക്കിയത് എന്ന് എത്ര ആലോചിച്ചാലും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇതിലൊറ്റ കാര്യം മാത്രമേ കാണേണ്ടതുള്ളൂ. സർക്കാരിനോട്, ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവരോടുള്ള രാഷ്ട്രീയത്തോടുള്ള എതിർപ്പിന്റെ ഭാഗമായി നാടിന്റെ കാര്യങ്ങൾ എതിർക്കാൻ പുറപ്പെടുന്നത്, നാടിന്റെ കാര്യങ്ങൾ തമസ്കരിക്കാൻ പുറപ്പെടുന്നത്, നാടിന്റെ കാര്യം പ്രത്യേകമായി കാണുന്നു. നാടിനെ നല്ല ഭാവിയിലേക്ക് നയിക്കുക എന്നതായിരിക്കണം എല്ലാവരുടെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇളം മനസ്സുകളിൽ ശുദ്ധമായ കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അതിൽ മാധ്യമങ്ങൾക്കും പങ്കുണ്ട്. ഈ പറയുന്ന വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ആരോഗ്യരംഗത്ത് വന്ന മാറ്റം, അത് കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? കേരളം അമേരിക്കയെ കവച്ചു വെച്ചിരിക്കുന്നു എന്നൊരു കുട്ടി അറിയുമ്പോൾ, അമേരിക്കയെ പറ്റിയാണല്ലോ ഇപ്പം വലിയ ഏറ്റവും സമ്പൽ സമൃദ്ധ രാജ്യമെന്നൊക്കെ കൊട്ടിഘോഷിക്കുന്നത്. അവിടുത്തെ ആരോഗ്യരംഗത്തെ നേട്ടത്തെക്കാളും വലിയ നേട്ടം അവിടെ ശിശുമരണ നിരക്ക് 5.6, കേരളത്തിൻ്റെത് 5. അപ്പോൾ അമേരിക്കയെ കേരളം കവച്ചു വെക്കുന്നു. എൻ്റെ നാട് എന്ന ഒരു അഭിമാനബോധം കുട്ടിയിൽ ഉയരുമല്ലോ. ആ ഒരു ചിന്ത കുട്ടിയിൽ ഉണർത്താൻ നമുക്ക് കഴിയണ്ടേ? അപ്പോൾ എന്തിനാണ് ഇതിനെയൊക്കെ ഭയക്കുന്നത് എന്നതാണ് നാം ഗൗരവമായി കാണേണ്ടത്. നാടിൻ്റെ അഭിവൃദ്ധി മനസ്സിലാക്കുന്നതിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ നവകേരളം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. നവകേരളത്തിൻ്റെ ഭാഗമായി ഇന്നുള്ള നേട്ടങ്ങളിൽ നിന്നുകൊണ്ട് കൂടുതൽ നേട്ടങ്ങളിലേക്ക് ഉയരുക എന്താണ് ഉദ്ദേശിക്കുന്നത്? നാം നേടിയ നേട്ടങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് നമ്മുടെ വികസനം സർവതല സ്പർശിയും സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതവുമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ പ്രദേശങ്ങളും വികസനത്തിൻ്റെ സ്വാദറിയും, എല്ലാ ആളും കുടുംബവും വികസനത്തിൻ്റെ സ്വാദറിയും. ഇതല്ലേ പ്രത്യേകത? ഇത് നമ്മുടെ നാടിന് അവകാശപ്പെട്ടതാണല്ലോ, നാടിന് മാത്രം അവകാശപ്പെട്ടതാണല്ലോ. അത് കുട്ടികൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും വേണ്ടേ? അപ്പോൾ കുട്ടിയെക്കുറിച്ച് ഒരു മതിപ്പ് തരുമല്ലോ. ഞാൻ ഈ നാട്ടിലാണ്, ഇത്തരമൊരു നാട്ടിൽ എനിക്ക് ജീവിക്കാൻ കഴിയുന്നു, ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി ഞാൻ വളരേണ്ടത് എന്ന ചിന്ത കുട്ടിയിൽ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഭാവി പൗരന്മാർ എന്ന നിലയിൽ നമ്മുടെ നാടിൻ്റെ ഒരു കൃത്യത ഉൾക്കൊണ്ടുകൊണ്ട് നാടിനെ രൂപപ്പെടുത്താൻ അവരെ സഹായിക്കുന്ന ഒന്നായിരിക്കുമല്ലോ ഇപ്പോഴേ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇപ്പോൾ 2031 കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം 75 വർഷം തികയുകയാണ്. ആ 75 വർഷം തികയുന്ന കേരളം എങ്ങനെ വേണം? ഇതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2031 എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ വിഷൻ എന്താണ് എന്ന് തീരുമാനിക്കാനൊരു ചർച്ച നടന്നത്. അമർത്യ സെന്നെ പോലുള്ളവരാണ് അതിൽ പങ്കെടുത്തത്. ഒരുപാട് അഭിപ്രായങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. വലിയ വിദഗ്ധരാണ് പങ്കെടുത്തത്, പണ്ഡിതന്മാരാണ് പങ്കെടുത്തത്. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാക്കളും പങ്കെടുത്തു. നമ്മുടെ ജമ്മു കാശ്മീരിലെ പഴയ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയെ പോലുള്ളവർ. അപ്പോൾ കേരളം എങ്ങനെ വളരണം, അതിലാണ് നാം നവകേരള സങ്കല്പം മുന്നോട്ട് വെക്കുന്നത്. ആ നവകേരളം എന്ന് പറയുന്നത് വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങൾക്ക് ഇന്ന് നേടാൻ കഴിഞ്ഞിട്ടുള്ള ജീവനിലവാരമുണ്ട്. ആ ജീവനിലവാര തോതിലേക്ക് നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ ജീവനിലവാരം ഉയർത്താനാകണം. ഇതൊരു സങ്കല്പമല്ല, യാഥാർത്ഥ്യമാകാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ആ ബോധ്യം കുട്ടിക്കുമുണ്ടാവണ്ടേ? കുട്ടികൾക്കുണ്ടാവണമല്ലോ. പ്രത്യേകിച്ച് കുട്ടികൾക്കാണല്ലോ ഉണ്ടാകേണ്ടത്. നാളത്തെ ഭാവി പൗരന്മാരാണല്ലോ അവരിൽ ശരിയായ ധാരണ ഉണ്ടാക്കാൻ
കഴിയണ്ടേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വീകരിക്കുന്നുവെന്നതാണ് ഈ ക്വിസ് പരിപാടിയുടെ പ്രത്യേകത. നല്ല പങ്കാളിത്തം അതിലുണ്ടായിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ഭാഗമായി നല്ല മിടുക്ക് കാണിച്ചവർ സമ്മാനാർഹരായിരിക്കുകയാണ്. ഈ പഠനം സമ്മാനം ലഭിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന ധാരണ ഉണ്ടാകരുത്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തും ഇത്തരം കാര്യങ്ങൾ പകർന്നു കൊടുക്കണം. അവർക്കും നമ്മുടെ നാടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടാകണം. നമ്മുടെ നാടിൻ്റെ പൊതുവായ മാറ്റം, സ്കൂളുകളിൽ വന്ന മാറ്റം, നൂതന സാങ്കേതിക വിദ്യകൾ നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്നത്, ഇന്റർനെറ്റും റോബോട്ടിക്കുമെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ അത്തരം കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ടാലാണ് നാടിനെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതിനെതിരെയുള്ള ശരിയായ നിലപാട് സ്വീകരിക്കാൻ കഴിയുക. ഇപ്പോൾ ചില സിനിമകൾ പോലും നിർമ്മിച്ചുകൊണ്ട് നാടിനെ അപകീർത്തിപ്പെടുത്താൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങളിൽ നാടിൻ്റെ ശരിയായ ചിത്രം അവതരിപ്പിച്ച് പോകാൻ നമുക്ക് കഴിയണം. അതിന് കുട്ടികൾ പ്രാപ്തരാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഈ പരിപാടിയിൽ വിജയികളായ മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും ഒന്നുകൂടി അഭിവാദ്യം ചെയ്യുന്നു. നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനങ്ങൾ.